വിഷ്ണു ക്രിയേഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവിധ പെൻഷൻ അറിവുകളും നിങ്ങളെ തേടിയെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. എല്ലാ വീഡിയോയും നിങ്ങളെ തേടിയെത്താൻ ബെല്ലൈക്കൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് എനേബിൾ ചെയ്ത് കാത്തിരിക്കുക. ശമ്പളം, പെൻഷൻ എന്നിവ നൽകാനായി സർക്കാർ വീണ്ടും കടമെടുക്കുന്നു. കടപ്പത്രം ഇറക്കി 1242 കോടി രൂപയാണ് കേരളം ഇന്ന് കടമെടുക്കുന്നത്. ഇതിനുള്ള ലേലം ഇന്ന് നവംബർ 19 നടക്കും. ഈ കടമെടുപ്പോടുകൂടി 2024-25 കാലാവധിയിൽ 29,442 കോടി രൂപയാവും. സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാണ്ടി കേരളം കൂടുതൽ തുക ആവശ്യപ്പെട്ട് അത് കേന്ദ്ര സർക്കാർ അനുവദിച്ചിരുന്നു. ആ കടപരിധിയാണ് ഈ വർഷം തീരുന്നത്. ഏകദേശം 12 കോടി രൂപയാണ് സർക്കാരിൻ്റെ വരുമാനം. ചെലവ് 15 കോടി രൂപയും. അതുകൊണ്ട് തന്നെ കേന്ദ്രം കഴിഞ്ഞില്ലെങ്കിൽ സംസ്ഥാന സർക്കാർ അമിതമായി ചെലവ് ചുരുക്കലിലേക്ക് സർക്കാർ കടക്കേണ്ടി വരും. കേരളത്തിൻ്റെ കടപരിധി നിശ്ചയിച്ചതിൽ അപാകതയുണ്ടെന്നും കൂടുതൽ കടമെടുക്കാൻ അനുമതി നൽകണമെന്ന് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരോട് ആവശ്യപ്പെട്ടു. എന്നാൽ ഈ കാര്യം കേന്ദ്രം അനുവദിച്ചിട്ടില്ല. കേന്ദ്രത്തിന് വീണ്ടും സമീപിക്കാനുള്ള നീക്കത്തിലാണ് കേരള സർക്കാർ. അധികമായി 11 കോടി രൂപ അനുവദിക്കണം എന്നാണ് കേരളത്തിൻ്റെ ആവശ്യം. നവംബർ മാസത്തിൽ ഒരു ഗഡു ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തിരുന്നു. 1600 രൂപ വെച്ച് എല്ലാ മാസവും വിതരണം നടപ്പിലാക്കുന്നുണ്ട്. മാർച്ച് മാസം തുടങ്ങി. ഈ മാസം അവസാനത്തോടുകൂടി, അതായത് 20-നും 30-നും ഇടയ്ക്ക് ക്ഷേമ പെൻഷൻ വീണ്ടും വിതരണം ഉണ്ടാവുമെന്നും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതിനോടകം അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മാസം 3200 സർക്കാർ സഹായം ഓരോ ഗുണഭോക്താക്കൾക്കും ലഭിക്കുന്നത്. 2024 മാർച്ച് മാസം തുടങ്ങി സർക്കാർ കൃത്യമായി വിതരണം ചെയ്തു വരുന്നുണ്ട്. ഈ നവംബറിൽ ആദ്യം കുടിശ്ശിക തുകയാണ് നൽകിയത്. അതുകൊണ്ട് തന്നെ ഇനി നവംബറിൽ തനത് മാസത്തെ തുകയും നൽകുന്നുണ്ട്. അതുകൂടാതെ ക്രിസ്മസിന് 3200 വിതരണം ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ഇതുപോലത്തെ അറിവുകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളും കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ ഒരിക്കലും വെള്ളം അടിച്ചിട്ടല്ല വീഡിയോ ചെയ്യുന്നത്. കുറേ പേര് അങ്ങനെ കമൻറ്റ് ചെയ്തു. എൻ്റെ സൗണ്ട് അങ്ങനെയാണ്. പിന്നെ എനിക്ക് കുറച്ച് പരിമിതികളുണ്ട്. അത് എല്ലാവരോടും വരും വീഡിയോയിൽ ഞാൻ നിങ്ങളെ അറിയിക്കും. നിങ്ങളുടെ സപ്പോർട്ട് കൂടിയാലേ പറ്റുള്ളൂ. ചില ആൾക്കാർക്ക് അറിയാം. നിങ്ങളെ തീർച്ചയായിട്ടും ഞാൻ അറിയിക്കും എൻ്റെ പരിമിതികൾ എന്താണെന്ന്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക. ഞാനും ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ഒരാളാണ്. ഒരിക്കലും ഫേക്ക് ന്യൂസ് എൻ്റെ ചാനലിലൂടെ ഞാൻ പുറത്തു വിടില്ല. അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.